നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം മൗനമായി കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ, ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുന്നതിൻ്റെ അടയാളമായി നീ നിൻ്റെ കൈ നെഞ്ചത്ത് വെക്കുക. നല്ലവൻ ഐശ്വര്യ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവ് ഈ നിമിഷം മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ വചനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, ഞങ്ങളിപ്പോൾ കൈവരിക്കേണ്ട നിലപാട് എന്താണ്, വിഷയങ്ങളുള്ള സമീപനം എന്താണ്, എല്ലാം അങ്ങ് വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നിലപാടുകൾ നൽകി. നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോഴും ഞങ്ങൾ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റു പറയുന്നു. കർത്താവ്, അനേകം മക്കൾ ഇപ്പോഴ് ഈ ആരാധന കൂടിയിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമമുണ്ട്. അവർക്ക് രോഗങ്ങളുണ്ട്, അവർക്ക് കടങ്ങളുണ്ട്, ജീവിത ഭാരങ്ങളുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ കർത്താവെ ഒരു ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, പഠന മേഖലയിൽ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, തൊഴിൽ മേഖലയിൽ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവെ, ഓരോരോ സ്ഥാപനങ്ങൾ, കർത്താവെ, ഉൽപാദന സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ തളർന്നു പോയവരുണ്ട്. മാറിയ പശ്ചാത്തലത്തിൽ കർത്താവെ വളരെ വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരെ എല്ലാം നീ ഏറ്റെടുക്കണം. അവരുടെ ഭവനങ്ങളെ നീ ഏറ്റെടുക്കണം. അവരുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം. ഉടമ്പടി ചെയ്തു പോയ എല്ലാ മക്കളും, ഇനി ചെയ്യാനിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരെ നിന്നുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ജീവിക്കുന്ന ജ്വലിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അനേക മക്കളുടെ കർത്താവെ കൊടിയകാറ്റ് അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വീശി അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയണം പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, രക്താർബുദങ്ങൾ, ആർബുദ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ കർത്താവെ, അസ്ഥി ഉരുക്കങ്ങൾ കർത്താവെ, ഗർഭാശയ രോഗങ്ങൾ കർത്താവെ, സിസ്ത് രോഗങ്ങൾ കർത്താവെ, ഫിക്സ് രോഗം കർത്താവെ, അപസ്മാര രോഗം കർത്താവെ, പ്രഷർ രോഗം കർത്താവെ, ഷുഗർ രോഗം കർത്താവെ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളം കിട്ടിക്കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകളും കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ സാക്ഷികളാകട്ടെ, ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കല്ല് എടുത്തു മാറ്റാനാണ് സഹായം ചോദിച്ചത്. പക്ഷെ കർത്താവിനെ എടുത്തു മാറ്റാൻ ആരുടെയും സഹായം, എടുത്തുകൊണ്ട് പോകാൻ, ഏറ്റെടുക്കാൻ ആരുടെയും സഹായം ചോദിക്കണില്ല. ഈ ഒരു ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം. ഒരു വിഷയത്തെ ഞാൻ ക്രിസ്തുവായിട്ട് ആരെയും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആരെയും നിങ്ങൾക്ക് കാര്യം ഈശോ പറഞ്ഞിട്ട്, എൻ്റെ നാമത്തിൽ ഈ എളിയവരിൽ ഒരുവനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. 9:37 മർക്കോസ്. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഇതൊരു ഫോർമുലയാണ്, കൺവേർഷൻ ഫോർമുലയാണ്. ഏതെങ്കിലും ഒരു സംഭവത്തെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ ആ വിഷയം ക്രിസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. നിങ്ങളുടെ പോയിന്റ്. ഏതെങ്കിലും ഒരു ക്ലേശത്തെ, മർക്കോസ് 9:37, ഏതെങ്കിലും ഒരു ക്ലേശത്തെ ദൈവസ്നേഹത്താൽ പ്രേരിതനായി നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ അത് നിങ്ങൾക്ക് ക്രിസ്തുവായി കൺവേർട്ടപ്പെടുക, അത് മാറ്റപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് താങ്ങാനാവാത്ത എല്ലാ അവസ്ഥകളെയും ഞാൻ നിന്നോടുള്ള വിശ്വാസത്തെ പ്രതി, സ്നേഹത്തെ പ്രതി, ഉടമ്പടി പ്രകാരം നിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. കർത്താവേ, എനിക്ക് ക്രിസ്തുവിനെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ നടപടിക്രമത്തെ നീ ആശീർവദിക്കണമേ. തുല്യം ചൊല്ല അങ്ങിപ്പോലെ യേശുവേ, തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങിപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ ഒരു മെക്കാനിസമുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി നിനക്ക് ക്ലേശം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഭാരം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, ആ വിഷയത്തെ നിനക്ക് ക്രിസ്തുവായി വിഭാവന ചെയ്യുന്നൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ റിട്ടേൺസ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്തൊരു കളിയുണ്ട്. അതറിഞ്ഞില്ലേ നമുക്ക് ഈ കച്ചവടം നഷ്ടമായിരിക്കും. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി, ഒരു രോഗം, ഒരു ക്ലേശം ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഒരു ഭാരം, കുടുംബത്തിലുണ്ടാകുന്ന വ്യക്തികളുണ്ടാക്കുന്ന ഭാരം, അത് യേശുവായി വിഭാവനം ചെയ്യുന്നതിൽ നമുക്ക് മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. എന്താ, ആർക്ക് വേണമെങ്കിൽ വിഭാവനം ചെയ്യാം. അത് യോഹന്നാൻ അത് കർത്താവാണെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. പണ്ട് യോഹന്നാൻ പറഞ്ഞില്ലേ, യേശുവിനെ ഒരു ചെറിയ മയക്ക വെളിച്ചത്തിൽ കണ്ടില്ലേ? തിബേരിയസിൻ്റെ തടാകത്തിൻ്റെ തീരത്ത് ഒരു മയക്ക വെളിച്ചമെന്ന് പറയുന്നതാണ്. ഒരു വെളുപ്പാങ്കാലത്ത്, ഈ വെളുപ്പാങ്കാലമൊക്കെ സൂക്ഷിക്കണം. അരണ്ട വെളിച്ചമുള്ള സമയത്താണ് മേരി മാഗ്ദലിൻ കർത്താവിനെ അടിച്ചു മാറ്റിയത്. വിശ്വാസം പറിക്കുക. ജീവിതത്തിൽ ഒരു പിടി കിട്ടണില്ല. വെളിച്ചം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ക്രിസ്തു ആണോ ക്രിസ്തു അല്ലയോ, അങ്ങനെയൊക്കെ ഒരു നമുക്ക് ആംബിഗസ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻസ്. യു ആർ നോട്ട് ഏബിൾ ടു ഡിസേൺ ഒരു ഫെയ്ത്ത് കണ്ടൻറ്റകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രസാദം ഉണ്ടാകുമോ, വീടുണ്ടോ, വെതർ മേ ബി അറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം. നീ അത് ശരിക്കും കറ തീർത്ത് പ്രഖ്യാപിക്കണം. യെസ്, ഇറ്റ് ഈസ് ലോഡ്, ഞാനത് ടേക്കപ്പ് ചെയ്യണമെന്ന്. എന്താ പ്രശ്നം വെച്ചാൽ, ഇറ്റ് ഈസ് ലോഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻകം കിട്ടത്തില്ല, വരുമാനം കിട്ടത്തില്ല. അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ പണ്ട് തിബേരിയസിൻ്റെ തീരത്ത് 21:7 യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചോളൂ. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ. എൻ്റെ പടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? സ്നേഹിച്ചെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിങ്ങനെ പൊട്ടിനെ വീരിടുന്ന പോലെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ പറഞ്ഞിരിക്കണത്? യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. മതി, അത് കർത്താവാണ്. യേശു ആരാണ്? തിബേരിയസിൻ്റെ തീരത്തെ ഒരു മയക്ക വെളിച്ചത്തിലെ അയാൾക്കൊരു ഒരു ഇരുട്ട മയത്തിൽ ഒരു വെളുപ്പാൻ കാലത്ത് ഈശോ വരികയാണ്.
കടലിൽ വള്ളം കിടക്കുന്നു, അവരെല്ലാം വള്ളത്തിലാണ്. ആർക്കുമേ ഈശോയെ തിരിച്ചറിയാൻ പറ്റണില്ല. ഒരാൾ തിരിച്ചറിഞ്ഞു. ആരാണ്? യോഹന്നാൻ. അപ്പോൾ 21:7 എന്താ പറയണത്? ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണ്. തീർന്ന് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയും അടുത്ത സീൻ ചെയ്യണത്, സീൻ കോൺട്ര എന്ന് പറഞ്ഞ പോലെ സീൻ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കിയേ. അതായത് അത് പറഞ്ഞ ആള് അവിടെ ഇരിക്കുകയാണ്. അത് പറഞ്ഞ ആള് അവിടെ ഇരിക്കുകയാണ്. അയാൾ അനക്കമില്ല. അയാൾ വിഭാവന ചെയ്തു, ദാറ്റ് ഈസ് ലോർഡെന്ന്. ഉടമ്പടിയിൽ ഇതുപോലെ വിഭാവന ചെയ്താൽ വർക്കൗട്ട് ചെയ്യത്തില്ല, ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. നമ്മളറിയോ ശരി ക്ലേശമാണ്, അമ്മായിമ്മക്ക് പനിയാണ്, അമ്മായിമ്മക്ക് വാദമാണെന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ ഞാൻ ക്രിസ്തുവായിട്ട് കാണാം. കണ്ടോണ്ടിരുന്നിട്ട് കഥയില്ല. യു മസ്റ്റ് ആക്ട്. അവൻ പറയണ പോലെ ചെയ്യണം. ചൊല്ലിയിട്ട് കാര്യമില്ല. അത് കർത്താവാണെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എന്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രിസ്തു ആക്ടിവേഷൻ ഇനി 2 ഫോർമുല ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം, അല്ലേ? റോമ 10:9 അധരം കൊണ്ട്. അതാണ് യോഹന്നാൻ ചെയ്തിരിക്കണത്. യോഹന്നാൻ ചെയ്തിരിക്കാൻ തെറ്റില്ല, പക്ഷെ ആ പുള്ളിക്കാരൻ 50% ചെയ്തുള്ളൂ. അവിടെയാണ് കുഴപ്പം വന്നു പോയത്. അത് കർത്താവാണ്. അതെന്താ? അത് റോമ അപ്പോൾ യോഹന്നാൻ 21:7 അനുസരിച്ച് കൊണ്ട് അത് കർത്താവാണെന്നുള്ളത് രക്ഷയുടെ ആദ്യ പകുതിയാണ്. രക്ഷയുടെ 2 പകുതിയുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയാം, റോമ 10:9 പിന്നെ എന്താണ്? വേറൊരു കാര്യമുണ്ട്. പിന്നെന്താ ഉള്ളത്? ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീരത്തില്ല. എന്തു ചെയ്യണം? വിശ്വാസം പ്രവർത്തനം കൊണ്ട് നീതീകരിക്കണം. അവിടെയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം വേണ്ടത്. യാക്കോബിൻ്റെ ഉത്തരം വായിച്ചവന് 2:17 വായിച്ചേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തികൾ കൂടാതെ ഒന്ന് പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെ വിശ്വാസം നിർജീവമാണ്. അതായത് അത് കർത്താവെന്ന് ആണെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി സംഭവം ശരിയാണെങ്കിൽ നിർജീവമാണ്. യോഹന്നാന് പറ്റിയൊരു അബദ്ധം അവിടെയാണ്. അത് കർത്താവാണെന്ന് പറഞ്ഞ് ഇതിനെ ജീവൻ വെപ്പിക്കുന്നത് ആരാണ്? വേറെ ഒരുത്തനാണ് ജീവൻ വെപ്പിക്കുന്നത്. തുണിയില്ലാതെ ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നത്. അവനാണ് ഇതിന് ജീവൻ വെപ്പിക്കുന്നത്. എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് താൻ നഗ്നനായത് കാരണം തുണിയെടുത്ത് ചുറ്റി കടലിലേക്ക് ചാടി. ഇത് വിശ്വാസത്തിൻ്റെ 2ാമത്തെ സെക്ഷനാണ്. ഇവിടെ വൈവാക്ക് തോറ്റുപോയി, പ്രാക്ടിക്കലിന് യോഹന്നാൻ തോറ്റുപോയി. തിയറി ഓക്കെ ആയിരുന്നു, യോഹന്നാൻ്റെ തിയറി ഓക്കെ ആയിരുന്നു. എന്ത് സംഭവം? അത് കർത്താവാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയാണ്? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻറ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഉടമ്പടി സ്പീഡാകാൻ കാരണം അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് അതിൻ്റെ കൂടെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയ സ്പീഡാകത്തില്ല. അത് എല്ലാം അത് കർത്താവാണെന്ന് പറയുന്ന പോലെ യോഹന്നാൻ 21:7 അതുപോലെ അത് തന്നെയാണ് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണ്. ഓക്കെ. പക്ഷെ അതിൻ്റെ സെക്കൻഡ് ഫോർമുല വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ദൈവം പറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഈ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം മിഷൻ വർക്ക് ചെയ്യണത്. എൻ്റെ പേര് രേഖ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2021 മാർച്ച് 31 ഉടമ്പടി എടുത്തത്. അതിൻ്റെ ഫലമായി കിട്ടിയ സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ എനിക്ക് വലത് മൂക്കിൻ്റെ സൈഡിൽ നിന്നും ചെറിയൊരു ലീക്കേജ് ഉണ്ടായി. ആ ലീക്കേജ് ഞങ്ങൾ ENT ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു CS
CFS ലീക്കേജ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഡോക്ടർ പറഞ്ഞു തലയോട്ടി ഇളക്കിയുള്ള സർജറി ചെയ്യാതെ ആ ലീക്കേജ് മാറത്തില്ലെന്ന് പറഞ്ഞു. അതിന് ഫലമായിട്ട് വളരെ വിഷമത്തോടുകൂടി ഞാൻ ഇവിടെ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നിൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞു. വീണ്ടും വേറൊരു ENT ഡോക്ടറെ പോയി കണ്ടതിൻ്റെ ഫലമായി ആ ഡോക്ടർ പറഞ്ഞു, ഈ തലയോട്ടി ഇളക്കിയുള്ള സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, നീ ചെറിയൊരു എൻഡോസ്കോപ്പി വഴി നിൻ്റെ ഈ ലീക്കേജ് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലീക്കേജ് എനിക്ക് മാറിക്കിട്ടി. എങ്കിലും ഒരു 6 ദിവസം സർജറി കഴിഞ്ഞൊരു 6 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെറിയ രീതിയിലൊരു ലീക്കേജ് ഉണ്ടായി. അപ്പോൾ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, മാതാവിനോട് പറഞ്ഞു ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മൂക്കിൻ്റെ സർജറി ചെയ്തതിന് ശേഷം, ഈ എൻഡോസ്കോപ്പി ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കലും എനിക്ക് ആ ലീക്കേജ് ഉണ്ടായിട്ടില്ല. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, വീട് പണിച്ച് കഴിഞ്ഞതിന് ശേഷം ധാരാളം കടബാധ്യതകൾ എനിക്കുണ്ടായിരുന്നു. ആ കടബാധ്യതകളെല്ലാം മാതാവ് മാറ്റിത്തന്നു. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, എനിക്ക് 10 വർഷമായി യാത്ര ചെയ്യുമ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളായിരുന്നു. എവിടെ പോയി കഴിഞ്ഞാലും ഛർദിലും തലവേദനയുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തലവേദനയോ ഛർദിലോ ഉണ്ടായിട്ടില്ല. ഇതുവരെയായിട്ടും 10 വർഷത്തിൽ കൂടുതലായിട്ട് ടാബ്ലറ്റ് മാത്രം കഴിച്ചാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇതുവരെയായിട്ടും എനിക്ക് ഛർദിലോ തലവേദനയോ വന്നിട്ടില്ല. പിന്നെ എൻ്റെ അനിയൻ കാനഡയിൽ ജോലി പെർമനൻ്റ് ആവുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ അനിയന് കാനഡയിൽ ജോലി പെർമനൻ്റായി കിട്ടി. പിന്നെ എനിക്ക് എൻ്റെ അനിയത്തിക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ സാമ്പത്തിക കടങ്ങളെല്ലാം മാറി ഉയർച്ച ഉണ്ടാക്കി തന്നു. ഇങ്ങനെ ചെറുതും വലുതുമായ 1000 അനുഗ്രഹങ്ങൾ നേടിത്തന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രഞ്ജു സുകേഷ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. എൻ്റെ ഹസ്ബൻഡ് കാനഡ റവന്യൂ ഏജൻസിയിലാണ് ജോലി ചെയ്യുന്നത്. ആദ്യം ടെമ്പററി ആയിട്ടാണ് ആ ജോലിക്ക് കയറിയത്. അപ്പം ഞാൻ മാതാവിനോട് ഈ ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റോട് പ്രാർത്ഥിച്ചു, ഈ ജോലി ഒന്ന് പെർമനൻ്റാക്കി കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. സാധാരണ അവിടെ 5 വർഷം സ്ഥിരമായി ജോലി ചെയ്തെങ്കിൽ മാത്രമേ ആ ജോലി പെർമനൻ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് അവിടെ ഒരു പുതിയ നിയമം ഇറക്കി 5 വർഷം എന്നുള്ളത് 3 വർഷമാക്കി ചുരുക്കി തന്നു. അങ്ങനെ നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ആ ജോലി പെർമനൻ്റാക്കി മാതാവ് തന്നു. അതിന് 1000 നന്ദി. രണ്ടാമത് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു പ്രൊവിൻസിലാണ്. എല്ലാ മാസവും വന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ 2020 ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ ഹസ്ബൻഡിനെ ട്രാൻസ്ഫർ ഇങ്ങോട്ട് ആക്കുന്നതിന് വേണ്ടി. പക്ഷേ അത് ഒരു വലിയ കാര്യമല്ല, ഞങ്ങൾക്കതൊരു വലിയ കാര്യമായിരുന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുന്നത് തന്നെ. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സമയം കൊറോണ വരികയും എല്ലാവർക്കും ജോലി വർക്ക് ഫ്രം ഹോം ആക്കുകയും ചെയ്തു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മാനേജർ പറഞ്ഞു, നിങ്ങൾ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെ ജോലി ചെയ്യും, നിങ്ങളെയും ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തോട്ട് ട്രാൻസ്ഫർ ആക്കി തരാം. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ഓഫീസിൽ വിളിച്ച് ചോദിക്കുകയും അവിടെ ആളിനെ ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങോട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ മാതാവ് ഒരുക്കി തന്നു. അതിന് 1000 നന്ദി. മൂന്നാമത്തേതെന്ന് പറയുന്നത്, എനിക്ക് ഭയങ്കര മുടിപൊഴിച്ചിലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം അവിടെ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ കാണിച്ചു ഈ മുടിപൊഴിച്ചിലിന് വേണ്ടി. അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈ മുടിപൊഴിച്ചിൽ മാറ്റി തരികയാണെങ്കിൽ ഞാനിവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ എൻ്റെ മുടിപൊഴിച്ചിൽ പൂർണ്ണമായി മാതാവ് മാറ്റിത്തന്നു. നാലാമത്, എനിക്ക് മുഖത്ത് ഒരുപാട് കുരുക്കളും പാടുകളും ഒക്കെ ആയി അവിടെ ചെന്ന് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കിത് മാറ്റി തന്നാൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ അതും മാതാവ് എനിക്ക് പൂർണ്ണമായി മാറ്റിത്തന്നു. പിന്നെ അഞ്ചാമതെന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിലൊരു പെട്ടെന്ന് തൊട്ടപ്പോൾ ഒരു മുഴ എനിക്ക് കണ്ടു. അന്നേരം ഞാൻ ആകെ പേടിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇതെന്താണ്, എനിക്ക് ഈ മുഴ മാറ്റി തരണമേ. അങ്ങനെ 2 ദിവസം ഞാൻ മാതാവിനോട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് ഈ മുഴ മാറ്റി തരണമേ എന്ന്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചത്തെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു, കയ്യിൽ ക്യാപ്സ്യൂൾ പോലെ കാണുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നതെന്ന്. അത് എൻ്റെ ആയിരുന്നു. പിന്നെ ഇന്ന് വരെ എനിക്ക് ആ മുഴ കാണാനോ പറ്റിയിട്ടില്ല, അത് അപ്രത്യക്ഷമായി പോയി. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.
പിന്നീട് ഞാനാണെങ്കിൽ 2020 ഒരു അഖണ്ഡ ജപമാലയിൽ അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ജോലിക്ക് വേണ്ടി. ആ ജപമാല റാലി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ജോലി കിട്ടി. ആ ജോലിയിൽ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പിടിച്ച് നിൽക്കാനൊക്കെ പാടായിരുന്നു. 6 മാസം അവിടെ പിടിച്ച് നിന്നെങ്കിലും മാതാവ് 6 മാസം കഴിഞ്ഞപ്പോൾ അതിലും നല്ലൊരു ജോലി, നല്ലൊരു ശമ്പളത്തിന് എനിക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് എൻ്റെ ചേച്ചിയുടെ CFS ലീക്കേജ് മാതാവ് മാറ്റിത്തന്നു. പിന്നെ ചേച്ചിയുടെ വീട് പണി മാതാവ് പൂർത്തീകരിച്ചു തന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാതാവ് നൽകുന്നത് 1000 നന്ദി. എപ്പോൾ എവിടെ പോയാലും മാതാവിനെ, ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ് എങ്കിലും എപ്പോൾ എവിടെ പോയാലും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ കാര്യവും നടത്തി തന്നതിന് 1000 നന്ദി. എൻ്റെ പേര് അനി. ഞാൻ നേഴ്സാണ്, കുവൈറ്റ് വർക്ക് ചെയ്യുന്നു. ഞാൻ 2021 നവംബർ 26 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് നിയോഗം എന്ന് വെച്ചാൽ എനിക്കൊരു 2017 ഞാൻ കാലിൻ്റെ മുട്ട് തെന്നി വീണായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് എപ്പോൾ ബോഡി വെയിറ്റ് കൂടിയാലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് നടക്കുമ്പോഴോ എൻ്റെ മുട്ട് തെന്നിപ്പോവും. കുഞ്ഞിനെടുത്ത് നടക്കാൻ പോലും വയ്യായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു കാലിൻ്റെ മുട്ട് മുട്ടിന് പ്രശ്നമുള്ള ഒരാളെ ദൈവം സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അത്രയ്ക്കും അങ്ങ് മനസ്സിൽ ടച്ച് ചെയ്തില്ല. പക്ഷെ അപ്പോൾ അച്ഛനെ എടുത്ത് പറഞ്ഞു 8ൻ്റെ ആകൃതിയിലുള്ള ഒരു ജോയിൻറ്റിനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി അതിൻ്റെ കാൽമുട്ടിനെ തന്നെ ഉദ്ദേശിക്കുന്നത്. ഞാൻ 2 കൈ 2 കാലിൽ വെച്ച് പ്രാർത്ഥിച്ചു, സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് എൻ്റെ മുട്ടയിൽ കല്ല് വെച്ച് ഇടിക്കണ വേദനയായിരുന്നു. ഞാൻ വീട്ടിൽ ഇരുന്ന് ഒത്തിരി കരഞ്ഞു. കാരണം എനിക്ക് ആ വേദന സഹിക്കാൻ പാടില്ലാത്ത വേദന. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിട്ട് ഇന്നേ വരെ എനിക്ക് മുട്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് ഡ്യൂട്ടി എന്ന് വെച്ചാൽ നേഴ്സാണ്. നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ വെച്ചാൽ 1 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാതെ ഞാൻ ജോലി ചെയ്യണം. അത്ര മാത്രം ഓടി നടന്നാലും പേഷ്യൻ്റ് കൊണ്ട് ICU ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കോവിഡ് വാർഡിൽ നിന്നപ്പോഴൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ ദൈവം എന്നെ നടത്തി. എത്ര ബോഡി വെയിറ്റ് കൂടിയാലും എനിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇന്നുവരെ. അതേപോലെ IELTS എക്സാം ഒന്ന് പാസ്സാവാനായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഫസ്റ്റ് നിയോഗമായിരുന്നു. ഇവിടെ നിയോഗം എടുത്ത് പോയി എക്സാമിന് ഡേറ്റ് എടുത്തു. ആ ആഴ്ച എനിക്ക് ഭയങ്കര പനി. 5 ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ല, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ, ഒന്നും പഠിച്ചുമില്ല. ഡേറ്റ് എടുത്തല്ലോ, പൈസ പോകില്ലോ എന്ന് മാത്രം ഓർത്ത് ഞാൻ എക്സാം എഴുതി. കാശ് രൂപം കൈ വെച്ചാൽ ഞാൻ എഴുതുന്നത്. കാരണം എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്താലും എനിക്ക് കോൺഫിഡൻ്റ് അല്ല എക്സാം എഴുതുമ്പോൾ. ഞാൻ എങ്ങനെയും എനിക്കറിയാവുന്ന ആൻസർ വരെ തെറ്റിച്ചു പറയും. പക്ഷെ ഞാൻ ഈ കാശ് രൂപം വെച്ച് എക്സാം എഴുതി. ആ എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കിത് കിട്ടില്ല, അടുത്ത ആഴ്ച ഒരു ഡേറ്റോടെ എടുത്തതാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പോയല്ലോ, ആ കിട്ടണേ നമുക്ക് ഹോളിട്ട് കയറുമ്പോൾ ഒരു പേപ്പർ കിട്ടും. ആ പേപ്പർ ഞാൻ കാശ് രൂപം അതിനകത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്ത എക്സാമിൽ പ്രിപ്പയർ ചെയ്ത് അത് പോയി എഴുതി. അതെഴുതിയപ്പോൾ അതെനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഈ പ്രാവശ്യം കിട്ടും, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എക്സാമിന് റിസൾട്ട് 2 ആഴ്ച കഴിയുമ്പോൾ റിസൾട്ട് വരും. എക്സാമിന് റിസൾട്ട് വന്ന് നോക്കിയിരിക്കുക. അപ്പോൾ തലേ ദിവസം എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ എപ്പോഴും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അതുപോലെ ഞാൻ ഇങ്ങോട്ട് രാത്രിയിൽ വിളിച്ചു, ഇങ്ങനെ നാളെ എൻ്റെ റിസൾട്ട് വരുമോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ. അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു നിനക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നീ ക്ഷമിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. അന്ന് രാത്രി കിടക്കുമ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുക, നീല ആകാശം, അതിൽ നമ്മൾ നിയോഗം ഇടണ ഈ വാഗ്ദാന പേടകം ഞാൻ കാണുന്നത്. ആ വാഗ്ദാന പേടകം കണ്ടു. അതുപോലെ അപ്പം എനിക്ക് എന്നെ മാതാവ് ഏറ്റെടുത്തു. എൻ്റെ നിയോഗം മാതാവ് കണ്ടു, എനിക്ക് തരൂന്ന് വിശ്വസിച്ചു. പിറ്റേ ദിവസം റിസൾട്ട് വരുമ്പം എനിക്ക് ഓവറോൾ 7 കിട്ടി. മാതാവ് എനിക്ക് നല്ലൊരു സ്കോർ തന്നു. അതുപോലെ അത്രയും ദിവസം ഞങ്ങൾ ഏജൻസി വിളിക്കുമ്പോൾ അവർ പറയണേ ഞങ്ങൾക്ക് മെയിൻ ഡേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം.
അവർ പറയണ മെയ് ഇൻടേക്കിൽ എല്ലാ കോളേജും ക്ലോസ് ആയി, ഇന്ന് നിങ്ങൾക്ക് സെപ്റ്റംബറിലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് മെയ് ഇൻടേക്ക് പോകണമെന്ന് പറയുന്നത് കാരണം ഞങ്ങളുടെ 2 പിള്ളേരും നാട്ടിലാണ്, ഞങ്ങൾ 2 മാത്രമാണ് കുവൈറ്റുള്ളത്. അപ്പോൾ ഈ പിള്ളേർ പിരിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത കാരണമാണ് ഞങ്ങൾ നോക്കുന്നത് തന്നെ. അങ്ങനെ ആയപ്പം ഈ റിസൾട്ട് വന്ന് ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ഏജൻസിക്ക് അയച്ചു കൊടുത്ത് അന്ന് വൈകുന്നേരമായപ്പോൾ അവർ ഞങ്ങൾക്ക് മെയിൽ ചെയ്തു, ഒരു കോളേജ് ഒണ്ടാരിയോയിൽ പുതിയ കോളേജ് ഇന്ന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അപ്ലൈ ചെയ്യുവാന്ന് പറഞ്ഞു.